വൈഭവ് സൂര്യവംശി കഴിഞ്ഞ ദിവസം ശ്രീലങ്കയുമായിട്ടുള്ള മത്സരത്തിൽ അവിടെ ന്യായമായിട്ടും രക്ഷപ്പെടാവുന്ന ഒരു തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ഒരു സാഹചര്യം ബുദ്ധിപൂർവമായിട്ട് വിനിയോഗിക്കാൻ തിലകവർമ്മയ്ക്ക് സാധിച്ചില്ല. അതിനുശേഷം സൂപ്പർ ഓവറിൽ കണ്ട നാടകങ്ങൾ വളരെ പക്വത കുറഞ്ഞ ഒരു വേൾഡ് കപ്പ് ജേതാക്കളായ ടീമിൻ്റെ ഭാഗമായിട്ട് നിന്ന വ്യക്തികൾ. ക്യാപ്റ്റനായി തിലക് വർമ്മ ഈ ഗെയിം ഇന്ത്യയെ നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പക്വത കുറവ് വളരെ വ്യക്തമായി അവിടെ വെളിപ്പെട്ടു. ഡിസിഷൻ മേക്കിംഗ് കഴിവുകളെ അവിടെ കണ്ടു. ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ സെലക്ടേഴ്സ് 2020 വൈസ് ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നത്. പരിണിതപ്രജ്ഞർ ആയിട്ടുള്ള സഞ്ജു സാംസണെ പോലെയുള്ള ആളുകൾ ഉള്ളപ്പോൾ. കാരണം എന്താ? സഞ്ജുവിനെ മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം. സഞ്ജുവിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും സഞ്ജുവിനെ വീണ്ടും ഒരു ഭീഷണിയാക്കാൻ വേണ്ടിയിട്ടുമാണ് സൂര്യവംശിയെ വീണ്ടും കൊണ്ടുവന്ന് 2020 ഇട്ടിരിക്കുന്നത്. സൂര്യവംശിക്ക് കൊടുത്ത പിച്ചുകളിലൊക്കെ, സൂര്യവംശി കളിച്ച പിച്ചുകളിലൊക്കെ ഉള്ള പ്രത്യേകത വളരെ പ്രീ പ്ലാൻഡായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ബൗൾ ഇട്ട് കൊടുക്കുന്നത് പോലെയായിരുന്നു ബൗളേഴ്സിൻ്റെ പല ബൗളിംഗ് പാറ്റേൺസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്രിക്കറ്റിനെ നിരീക്ഷിക്കുമ്പോൾ, ഒരു കളിക്കാരൻ എന്ന നിലയിൽ നിരീക്ഷിക്കുമ്പോൾ, സത്യസന്ധമായി നിരീക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കാണാൻ കഴിയും. IPL കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ IPL കിഡ് ലോകം മുഴുവൻ പരിചയപ്പെടുത്തി ഒരു IPL കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. പക്ഷേ അവൻ്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. അവനെ അനേക ആളുകൾ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ വാഴ്ത്തിപ്പാടി പുകഴ്ത്തുന്നത് ഹൃദയത്തിൽ നിന്നുള്ള പുകഴ്ത്തലായിട്ട് തോന്നുന്നില്ല ആരുടെയും. ഒരു ക്രിക്കറ്റ് കളി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഈ പ്രാവശ്യം കണ്ട കാഴ്ച ഓൺ ഗ്രൗണ്ടിൽ സഞ്ജയ് മഞ്ജരേക്കർ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാനാണെങ്കിൽ അവനെ അടുത്ത കളിയിൽ കളിപ്പിക്കില്ല എന്ന്. ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്വതയില്ലാതെ ഒരു ഇൻ്റർനാഷണൽ ടീമിനെതിരെ ദേവോദ്രവം ചെയ്യുന്ന രീതിയിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു കളിക്കാരൻ ഡേഞ്ചറസ് ആണ് ഏത് ടീമിനും. അവൻ എത്ര നല്ല കളിക്കാരനായാലും. ഇനി അവൻ്റെ ടാലൻറ്റുകൾ മുഴുവൻ അംഗീകരിച്ചോട്ടെ, പക്ഷേ ഈ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഒരു ടീമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജയിക്കേണ്ട കളികൾ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതിനു മുമ്പും സൂര്യവംശിയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു മത്സരം നടന്ന് അവസാനം ഈ സൂപ്പർ ഓവറിലേക്ക് വന്ന് സൂര്യവംശി മുഖാന്തരം അത് തോറ്റു.